ഓക്കെ, ഇതിന്റെ ഒരു ഗ്രോത്ത് പാത്ത് നമ്മളൊന്ന് പഠിക്കുക. അതായത് നമ്മുടെ ടീം ലെവലിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്താണ്? നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഒരാൾ സ്റ്റാർട്ട് ചെയ്താൽ എന്താ ആവേണ്ടത്? ആദ്യം അസോസിയേറ്റ് കഴിഞ്ഞ് നമ്മൾ ടീം ലെവലിലുള്ളത് സ്റ്റാർ. ഈ സ്റ്റാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ടീം ലെവലിൽ ഒരു സ്റ്റാറും എല്ലാവരും കൂടി ഉണ്ടാക്കി ടീം ലെവലിലുള്ള സ്ട്രാറ്റജി. എന്തിനാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ? രണ്ടുപേരെ സ്പോൺസർ ചെയ്യും. ഓക്കെ, സ്റ്റാർ പെർഫോമർ എന്ന് പറയുന്നു. അവർ രണ്ടുപേരെ സ്പോൺസർ ചെയ്താൽ സ്റ്റാർ പ്രൊഡ്യൂസറായി. അവരെ രണ്ടുപേരെ കഴിഞ്ഞ് അടുത്ത നമ്മൾ 2 അഫിലിയേറ്റ് ING പേരെ സ്പോൺസർ ചെയ്ത് 2 പേര് വന്നു കഴിഞ്ഞാൽ എന്തായി? അംബാസഡറായി. അടുത്തത് എന്താണ്? മില്യനെയറായി. 2 എണ്ണം മാത്രം മുമ്പോട്ട് പോയാൽ മതി. ബാക്കി സൈഡിലേക്കുള്ളത് ജസ്റ്റ് നമ്പർ മാത്രം എത്തിച്ചാൽ മതി. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 പേരെ സ്പോൺസർ ചെയ്ത് സ്റ്റാർ ആയാലും ആ 2 എണ്ണം മുമ്പോട്ട് പോയാൽ പോലും ബാക്കി ഇടയ്ക്കുള്ള നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും പേരെ വേറെ കാട്ടൂടെ അത് നമ്മുടെ വീട്ടിലുള്ളവർ സ്പോൺസർ ചെയ്താലും മതി. ഈ 2 എണ്ണം മാത്രം മുമ്പോട്ട് പോയാൽ പോലും സ്ട്രെയിറ്റ് നേരെ ട്രില്യനിയർ ആവാനുള്ള പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ സ്റ്റാറായി ആ 2 പേര് ഈ 2 പേരെ വെച്ച് താഴോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പോസിബിലിറ്റി ആയിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 5 പേര് ഇത് ട്രില്യനിയർ വരെ എത്താനായിട്ട് നമ്മൾ ഈ സ്റ്റാർ പ്രൊഡ്യൂസർ ടീമിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതി. സ്റ്റാറെ ഉണ്ടാക്കുക, അവരെ പെട്ടെന്ന് സ്റ്റാർ ആക്കുക. താഴെ വന്നിരിക്കുന്നവരെ 2 പേരെ സ്പോൺസർ ചെയ്താൽ നമ്മൾ 2 പേരെ സ്പോൺസർ ചെയ്താൽ സ്റ്റാർ ആവും. ആ സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെ സ്റ്റാർ ആക്കുക. അത്രയും ചെയ്താൽ മതി. അന്നേരം ഈ സാധനം മുമ്പോട്ട് പോകുള്ളൂ. നമ്മൾ 2 പേരെ സ്പോൺസർ ചെയ്തു. ഓക്കെ, നമ്മൾ 2 പേരെ സ്പോൺസർ ചെയ്തപ്പോൾ നമ്മൾ സ്റ്റാറായി. ഇവരോട് സ്റ്റാർ ആവാൻ പറയാൻ പറ്റും. ഒരാഴ്ചക്ക് 2 പേരെ സ്പോൺസർ ചെയ്യുന്നവരാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരോട് ഈ ബോട്ടത്തിലുള്ള 4 പേർക്ക് സ്റ്റാർ ആക്കുക. നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇത് മാത്രം ചെയ്തോണ്ടിരുന്നത് ഇവിടെ വിടത്തിൽ എത്രയാണ് ക്രൈറ്റീരിയ പറഞ്ഞത് അത്രയെണ്ണം നമ്മൾ ജസ്റ്റ് സ്പോൺസർ ചെയ്ത ഈ 2 പേരെ ശരിക്കും പറഞ്ഞാൽ മുമ്പോട്ട് കൊണ്ടായാലും പിന്നെ ട്രില്യനിയർ ടോപ്പ് റാങ്ക് ഒരു മാസം 25 ലക്ഷം രൂപ ഇൻകം ഉണ്ടാകും. ട്രില്യനിയർ റാങ്ക് വന്നു ഒരു 10-25 ലക്ഷം രൂപ ഇൻകം ഉണ്ടാകും. ട്രില്യനിയർ റാങ്ക് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ ചെയ്യുന്നത്? അതായത് നമ്മൾ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ വിഡ്ത്ത് എന്ന് പറയും. ഇതിനെ വിഡ്ത്ത് എന്ന് പറയും. താഴോട്ട് പോകുന്നതിന് ഡെപ്ത് എന്ന് പറയും. വിഡ്ത്ത് വിൽ ഗിവ് യു പ്രോഫിറ്റബിലിറ്റി, ഡെപ്ത് വിൽ ഗിവ് യു സ്റ്റെബിലിറ്റി. താഴോട്ട് നമ്മൾ ടീമിനെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റേബിൾ ആവും. എന്ന് വെച്ചാൽ നിങ്ങളെ താഴെ അഫിലിയേറ്റും അംബാസഡറൊക്കെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ടീമിന്റെ ഉത്തരവാദിത്തം ഇത് സ്റ്റെബിലിറ്റി തരും ബിസിനസ്സിന്റെ. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി തരും. എത്ര പേരെ നിങ്ങൾ കൂടുതൽ സ്പോൺസർ ചെയ്യുന്നു അത് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റബിലിറ്റി തരും. എത്ര ഈ താഴോട്ട് വന്നിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത ടീം താഴോട്ട് വളരാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ബിസിനസ്സിന്റെ സ്റ്റെബിലിറ്റിയാണ്. ഈ 2ന്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് 2ന്റെ കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾ ട്രില്യനിയർ അപ്പുറം ആയേ മതിയാവുള്ളൂ. ഡെപ്ത് വിൽ ഗീവ് യു സ്റ്റെബിലിറ്റി. ഓക്കെ, ഒരു കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി. കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്താലുള്ള ഗുണം എന്താണ്? നമുക്ക് ആ കൂടി 2 കുട്ടികളെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ആ കൂടി ഒന്നേ ഉള്ളൂ. അവന് ഭയങ്കര ബാർഗനിങ് പവർ. അവൻ പറയുന്നത് നടന്നില്ലെങ്കിൽ ഞാൻ പോവും. പണ്ടാണ് 10-12 പിള്ളേരുണ്ട്. നീ പോവാണോ? ശരി, എന്നാ പോട്ടെ. ബാക്കിയുള്ളവരെ ഒരു 10 പേരോട് നിൽക്കുക. ശരി കേട്ടോ. ഒരാളൊന്നും ഒരു ദിവസം വീട്ടിൽ വന്നതിനെ പോലും നല്ലൊരു അറിയില്ല. അവൻ വന്നില്ലായിരുന്നു അറിഞ്ഞില്ല. കാരണം ഇവിടെ 10 പേരുണ്ട്. ഇതിനൊക്കെ ആരാ നോക്കാറുണ്ട്? ഇന്നത്തെയാണ് മറ്റവൻ ബാർഗൻ ചെയ്യുക. കാരണം എന്താണ്? ആ കൂടി അപ്പനും അമ്മയ്ക്ക് ഞാൻ 2 പേരെ ഉള്ളൂ പറയാം. എൻ്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് ഓപ്ഷനില്ല. അപ്പൊ എന്താണ് ഇതിന് മരുന്നെന്താ ഉള്ളത്? നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അവൻ തീരുമാനിച്ചാലേ അവൻ വളരുള്ളൂ. നമ്മൾ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കൊച്ച് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും അപ്പനും അമ്മയായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവൻ തന്നെ നടന്നു തുടങ്ങി തന്നെ വീഴും പറഞ്ഞാൽ നടക്കാതിരിക്കുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ആനയൊക്കെ എന്താ ചെയ്യുന്നറിയാം? പല ജീവികളും നമ്മൾക്ക് പ്രകൃതിയിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ആനയൊക്കെ എന്താ ചെയ്യുന്നറിയാം? ഒരു കൊച്ചുണ്ടായതിനു ശേഷം ഒരു മിനിമം ടൈമുണ്ട്. ആ ടൈമിനകത്ത് ആ കൊച്ചത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ മാക്സിമം കൂടെ കൂട്ടാൻ നോക്കും. ഇവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ഇവൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതെല്ലാ ജീവികളും ചെയ്യുന്നു. അവൻ തന്നെ വരുവാണെങ്കിൽ വരട്ടെ, മാക്സിമം ശ്രമിച്ചു, നടക്കുന്നില്ല, ശരി ആയിക്കോട്ടെ, അവരെ വെട്ടിച്ചിട്ട് ആ കൂട്ടം പോവാണ്. ഇവന്റെ പറയുന്നത് മറ്റവർക്ക് ആഹാരം കഴിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് പരമാവധി നോക്കിയതിന് ശേഷം ശരി ആയിക്കോട്ടെ, അവന് രക്ഷയിൽ സർവൈവ് ചെയ്യുന്ന അങ്ങനെയുള്ളവരെ കടുവയൊക്കെ പിടിക്കുന്നത്. ആനക്കുട്ടിയെ, ഈ കുഞ്ഞു ആനക്കുട്ടിയൊക്കെ കടുവയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ജീവികളും ചെയ്യുന്നത്. മാക്സിമം ശ്രമിക്കും. മാക്സിമം മനുഷ്യൻ മാത്രമേ ഇതിനെ കൊണ്ട് ആശുപത്രി പോയി ട്രീറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റവരൊക്കെ അവർ ലിവിങ്
ഒരു മെക്കാനിസം, ഒരു ഇൻബിൽറ്റ് സാധനമാണ്. ഇവരൊക്കെ കാട്ടിലെ നിയമങ്ങളൊക്കെ ഭയങ്കരമായി. ഓരോ കാര്യത്തിലും ഓരോ കൃത്യമായ നിയമങ്ങൾ ആരാ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഇവർക്കൊക്കെ ടെറിട്ടറി മാർക്ക് ചെയ്തിരിക്കുക. കടുവയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ടെറിട്ടറി ഓരോരുത്തർ മാർക്ക് ചെയ്തിരിക്കുക. അങ്ങോട്ട് പറഞ്ഞാൽ ചെല്ലാൻ പറ്റില്ല. സിംഹം ഒരു അടുത്ത ഇതിലുള്ളവർ ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ ഒക്കെ ടെറിട്ടറി കാട്ടിലൊക്കെ പോയി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പോയി നല്ല ഭയങ്കര സ്റ്റോറി, ഭയങ്കര രസകരമാണ്. സിംഹത്തിൻ്റെ ഒക്കെ കൊച്ചിനെ അവർ വേറെ ഗ്രൂപ്പിൽ നിന്ന് വരുന്നവരെ അക്സെപ്റ്റ് ചെയ്തില്ല, വേറെ കൂട്ടത്തിൽ കൂട്ടത്തിൽ അഭയം കൊടുക്കും. ആർക്കാന്നറിയാം? പ്രഗ്നന്റ് ലേഡീസിന് മാത്രം. അപ്പോൾ എന്നാ നിയമങ്ങളാണ്. പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ അവരുടെ ടെറിട്ടറിയിലേക്ക് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രഗ്നന്റ് ലേഡി വരുവാണെങ്കിൽ അവർ പെർമിഷൻ കൊടുക്കും. വേറെ ആരും അതിനകത്ത് കയറ്റില്ല. ഒരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ കൺസർവേഷൻ ഉണ്ട്, അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ആ പ്രഗ്നന്റ് ലേഡി പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുഞ്ഞിനെ കൊന്നത് ഞങ്ങളുടെ ബ്ലഡ് മാത്രമേ ഈ കൂട്ടത്തിൽ, വേറൊരാളുടെ ബ്ലഡ് ഇതിനകത്ത് വന്നാൽ നമുക്ക് ത്രെട്ടാവുന്നതാണ്. ഇതിനകത്തുള്ളവരുടെ ബ്ലഡ് മാത്രമേ ആ കൂട്ടത്തിലുണ്ടാകുള്ളൂ. ആ ലേഡി അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അതിൻ്റെ കുഞ്ഞിനെ ഒരു കൊന്നുകളയുള്ളൂ. ബാക്കി പിന്നെ ഒന്നും എന്താ ഇതിനൊക്കെ ആരാ? പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും നിയമങ്ങളുണ്ട്. എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ ചെയ്യേണ്ട ഓരോ സ്റ്റേജുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അക്യൂർ ചെയ്ത് കയറി വരണം. അല്ലെ ആരും കാണത്തില്ല, നമ്മളെ താങ്ങിക്കൊണ്ടിരുന്നാൽ മതിയില്ല. നമ്മൾ ഓരോ സ്റ്റേജിൽ കൊച്ചായിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം ചെയ്തു തരും. അടുത്ത സ്റ്റേജ്, അടുത്ത കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അടുത്ത സാധനം നമ്മൾ തന്നെ ചെയ്യണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരുടെ ബിസിനസ്സാണ്, വേണ്ടിയല്ല. നമ്മളെല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻ വിളിച്ച് നമ്മളെ ഫോൺ വിളിച്ച് ഓർപ്പിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ളവരും എത്രയും ചെയ്യും. തുടക്കത്തിൽ ചെയ്യുമായിരിക്കും, ചെയ്യാൻ പറ്റുമായിരിക്കും.